ഹലോ, എല്ലാവർക്കും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടാലോ? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ഈവനിങ് ആവുമ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി. ആദ്യം പോയത് ബേക്കൽ ഫോർട്ടിലേക്കാണേ. കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സ്ഥലം ബേക്കൽ ഫോർട്ടായിരിക്കും അല്ലേ. വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. ഇനി ഉച്ച സമയത്ത് പോയാൽ അപ്പം കരിഞ്ഞ പോലെ തിരിച്ചു വരാം. ഫുൾ ഓപ്പൺ പ്ലേസ് അല്ലേ, നല്ല വെയിലും. പിന്നെ ഇതിൻ്റെ പുരാതന കഥയൊന്നും എന്നോട് ചോദിക്കല്ലേ, എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാതെ നമ്മുടെ പള്ളിക്കര ബീച്ച് കാണാം. നല്ല രസമല്ലേ ഇങ്ങനെ ആൾക്കാർ ദൂരെ നിന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കാണുമ്പോൾ. ഇടയ്ക്ക് കാല് വേദനിച്ചപ്പോൾ അവിടെ കുറച്ച് ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പോകുമ്പോൾ കാണാത്ത ഒരാളത്തെ അവിടെ നിൽക്കുന്നു. കാവൽ പട്ടിയായിരിക്കും അല്ലേ. ഈ ബേക്കൽ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അമ്പലമാണിത്. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ദാഹിക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഒരു സോഡ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. സോഡ സർബത്ത് കുടിച്ച് ഒരു മാങ്ങയും വാങ്ങി, പിന്നെ രണ്ട് കടലയും വാങ്ങി നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതേ ബീച്ചിലേക്കുള്ള ബ്ലോക്കാണ് കേട്ടോ. വിഷു, ഓണം, പെരുന്നാൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. എന്നെ അവിടെ വിട്ടിട്ട് ഏട്ടൻ തിരിച്ചു പോയിട്ടാ. കാരണം ഏച്ചിയും ഏട്ടനെല്ലാം അവിടെ ഉണ്ടായിരുന്നു. വാമി അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ബീച്ച് ചുറ്റിയത് ഇവരെ കൂടെയാണ്. വാമിക്ക് പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. റോക്കറ്റൊക്കെ പോണേണ്ട. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാ. അപ്പോൾ വിഷു വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.